ഹലോ എവരിവൺ, വെൽക്കം ടു എ ഫോർ അടുക്കള. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്രഥമനാണ്. 1/2 കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട്. ചൗരി കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ശർക്കര മധുരത്തിന് ആവശ്യമുള്ളത് എടുക്കുക. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലുമായിട്ട് സെപ്പറേറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഈ കടലപ്പരിപ്പ് നല്ലതായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിനകത്ത് നേരത്തെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 4-5 വിസിൽ അടിച്ചോട്ടെ. ശർക്കരയൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉരുക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ചവ്വരി കൂടി വേവിക്കാൻ വയ്ക്കാം. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ചൗരി. ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഉരുളിയിലേക്ക് ഇടുക. വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൽ നിന്ന് ഒരു അല്പം എടുത്ത് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളുടെ ചൗരിയും കൂടെ ചേർത്ത് വയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ശർക്കര റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 3-ാം പാൽ ഒഴിക്കാം. കുറച്ച് ഏലക്ക, അല്പം പഞ്ചസാരയും ചേർത്ത് നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം. ചൗരിയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടി അതിനകത്ത് ചേർക്കാം. എല്ലാം ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമുക്ക് 2-ാം പാലും കൂടി ചേർക്കാം. കടലപ്പരിപ്പും ചൗരിയും എല്ലാം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് 1-ാം പാലും ചേർക്കാം. ഏലക്കപ്പൊടിയും കൂടി ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്തിടാം. നമ്മുടെ കടലപ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.